ണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അതിൽ നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ടതും നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടതും അതോടൊപ്പം തന്നെ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെ ആ വിഷയകരമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സൂചിപ്പിക്കുന്നത്. ഒരു നല്ല മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ അള്ളാഹുവിനിഷ്ടമില്ലാത്ത ധനം വന്നുകൂടിയത്? എങ്ങനെയാണ്, എപ്പോൾ മുതലാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് വരാൻ തുടങ്ങിയത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പൊ പലിശ നിഷിദ്ധമാണ് എന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചതാണ്. അതിന്റെ ശിക്ഷകളെക്കുറിച്ചും അറിയാം. അനർഹമായ ഒരു സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ആരാധനകൾ പോലും സ്വീകരിക്കുകയില്ല എന്ന് അറിയാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ കൂട്ടത്തിൽ ഏതായാലും ഉണ്ടാവില്ല. മറ്റൊരാളെ ചതിച്ചോ വഞ്ചിച്ചോ അയാളുടെ തൃപ്തിയോ ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വന്നാൽ അവൻ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ശാപകോപമുണ്ടാകും എന്നറിയാത്തവരായി സഹോദരിമാരിലടക്കം ആരും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ അറിഞ്ഞിട്ടും എവിടം മുതലാണ് സത്യത്തിൽ നമുക്ക് പിഴവ് തുടങ്ങിയത് എന്നെപ്പോഴെങ്കിലും ഒരു ശാന്തമായി അള്ളാഹുവിന്റെ പക്കൽ നമ്മളുടെ വിചാരണ നടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? എവിടം മുതലാണ് നമ്മൾക്ക് സത്യത്തിൽ നമ്മുടെ സമ്പത്തിൽ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതെവിടം മുതലാണ് സംഭവിച്ചു തുടങ്ങിയത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കൽ നിർബന്ധമാണ്. ആ നിർബന്ധം എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാനും അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനും നമ്മുടെ മക്കളാകുന്ന അടുത്ത തലമുറക്കെങ്കിലും അത് കൈമാറി തിരുത്തുവാനും അത് സഹായകരമാകും എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സമ്പത്ത് വന്നു തുടങ്ങുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് അള്ളാഹു നമ്മൾക്ക് നൽകിയ ജീവിതത്തിൽ സാമ്പത്തികമായി തൃപ്തിയില്ലാത്തത് എന്ന് മുതലാണോ ആരംഭിച്ചത്, അവിടെ മുതലാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നത്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹു അള്ളാഹു അവന്റെ സമ്പത്ത് പടച്ചോൻ വ്യത്യസ്ത രൂപത്തിലാണ് നമ്മൾക്ക് കൈമാറിയിട്ടുള്ളത്. ചിലർക്ക് അള്ളാഹു ധാരാളമായി കൊടുക്കും, ചിലർക്ക് തലമുറയായി കൊടുക്കും, ചിലർക്ക് അധ്വാനം വഴി കൊടുക്കും, ചിലർക്ക് അള്ളാഹു കഷ്ടപ്പാടിന് ശേഷം കൊടുക്കും. വയഖദിറു ലഹു, ചില ആൾക്കാർക്ക് അള്ളാഹു പിടിച്ചു വെക്കും ദുനിയാവിൽ, പരലോകത്ത് അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ നൽകും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹ് കൊടുത്ത പൈസ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്ന സമ്പത്ത് വ്യത്യസ്തമാണ്. നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങൾ വ്യത്യസ്തമാണ്. അള്ളാഹ് അങ്ങനെ തന്നെയാ പറഞ്ഞത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് വ ഇന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹുവിന് ശരിക്കറിയാം ഞാൻ ആർക്കൊക്കെ എത്രയൊക്കെയാണ് കൊടുത്തത്. പാരമ്പര്യമായി കൊടുത്തവരാരാണ്, പുതുതായി പൈസ കൊടുത്തവരാരാണ്, സാമ്പത്തികമായി ഒരു 10-30 കൊല്ലത്തിന് ശേഷം പ്രായമാകുന്ന സമയത്ത് ജീവിതത്തിൽ സുസ്ഥിരത കൊടുത്തത് ആർക്കാണ്, 10-50 കൊല്ലം നല്ല ജീവിതത്തിൽ സുഖലോലുപത കൊടുത്തതിനു ശേഷം പിന്നെ കഷ്ടപ്പാട് കൊടുത്തത് ആരൊക്കെയാണ് എന്നൊക്കെ അള്ളാഹ്ക്ക് ശരിക്കറിയാം. അള്ളാഹ് അങ്ങനെ തന്നെയാണ് വെച്ചത്. സഹോദരങ്ങളെ, ഇവിടെ എവിടെയാ വ്യത്യാസം അറിയോ? അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ അത് എത്ര കുറവാകട്ടെ കൂടുതലാകട്ടെ ഏതൊക്കെ രൂപത്തിലാകട്ടെ അതിൽ തൃപ്തിപ്പെടുകയും ശേഷം ഹലാലായ മാർഗത്തിൽ
കൂടുതൽ പണം ലഭിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ അവിടെ പടച്ചോൻ നമ്മൾക്ക് സന്തോഷകരമായ ജീവിതം നൽകും. എവിടെയാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകണമെന്ന് ചോദിച്ചാൽ, പടച്ചോൻ തന്ന ജീവിതത്തിൽ തൃപ്തിപ്പെടാത്ത ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ധനസമ്പാദന മാർഗത്തിൽ ഹറാമ് വരികയും നമ്മുടെ രണ്ട് ലോകവും നമ്മൾക്ക് നഷ്ടമാവുകയും ചെയ്യും. സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞ രണ്ട് ഹദീസ് നോക്കൂ. തൂബ, പ്രവാചകന്റെ വാക്ക തൂബ. തൂബ എന്ന് പറഞ്ഞാൽ ഇവർക്കാകുന്നു മംഗളങ്ങൾ എന്നാണ്. അള്ളാഹുവിന്റെ ആശീർവാദം പ്രവാചകൻ പറയാൻ, ഇവർക്ക് അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാകും. ആർക്ക്? ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം. ഒരാൾക്ക് അള്ളാഹു ഇസ്ലാം നൽകി, അൽഹംദുലില്ലാ, നമ്മൾ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒരാൾക്ക് അള്ളാഹു ഇസ്ലാം മതം സമ്മാനമായി നൽകിയാൽ അവർക്ക് അള്ളാഹുവിന്റെ ആശീർവാദം ഉണ്ടാകും. കഴിഞ്ഞില്ല, വകാന ഐശുഹു കഫാഫൻ വഖനഅ. അവന് ജീവിക്കാൻ ആവശ്യമായ വരുമാനം അള്ളാഹു അയാൾക്ക് നൽകി. അവൻ അതിൽ തൃപ്തിവാനായി. പടച്ചോൻ തന്നതിൽ അവൻ തൃപ്തിപ്പെട്ടു. ഈ ജോലിയിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ വീട്ടിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ സമ്പത്തിൽ അവന് തൃപ്തി ഉണ്ടായി, ഈ മക്കളിൽ അവന് തൃപ്തി ഉണ്ടായി. ആ തൃപ്തിയോടുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി ഹലാലായ മാർഗത്തിൽ അവൻ അധ്വാനിച്ചു. പക്ഷെ ആദ്യത്തെ പടി അല്ല തന്നതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സവനുണ്ടായി. എങ്കിൽ പ്രവാചകന്റെ വാക്കെന്നറിയോ, അവന്, അവന്റെ കുടുംബത്തിന്, അവന്റെ വീടിന്, അവന്റെ ജോലിക്ക്, അവന്റെ വരുമാനത്തിന് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ അടുത്ത വാക്കെന്തറിയോ, നമ്മൾ ഈ അധ്വാനിക്കുന്നതും പണം ഉണ്ടാക്കുന്നതും ഒക്കെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊന്ന് വിജയിച്ച് കാണാനല്ലേ. അടുത്ത വാക്ക് ഖദ് അഫ്ലഹ. അറബി അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഖദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ അറിയോ, തീർച്ചയായും എന്നാണ്. ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു. അവന് വിജയം ഉണ്ടാകും. ആർക്ക്? മൻ അസ്ലമ, ഒരാൾക്ക് അല്ലാഹു ഇസ്ലാം നൽകി, അവൻ വിജയിച്ചു. കഴിഞ്ഞില്ല, വറുസിഖ കഫാഫൻ, അവന്റെ ജീവിതത്തിന് ആവശ്യമായ പൈസ, സമ്പത്ത്, വാഹനം, വീട്, ധനം, പറമ്പ് അവൻ അല്ലാഹു കൊടുത്തു. എന്നിട്ടോ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, ആ തന്നതിൽ അവന് തൃപ്തി ഉണ്ടായി. അത് കുറവായിരിക്കാം, ജേട്ടന്റെ അത്ര ഉണ്ടാവില്ല. പടച്ചോൻ എന്നാലും എന്നെക്കാളും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നാഥ നീ തന്നല്ല, അൽഹംദുലില്ലാ, നാഥ നീ ഞാൻ ഖൈറായ മാർഗത്തിൽ കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കും. തന്നതിൽ നാഥ എനിക്ക് തൃപ്തിയാണ്, തന്ന ഫലത്തിൽ നാഥ എനിക്ക് സന്തോഷമാണ്, തന്ന സൗകര്യത്തിൽ നാഥ എനിക്ക് സന്തോഷാണ്. ഞാൻ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല. വാടകയാണെങ്കിലും നാഥ വാടക കൊടുക്കാൻ പകുതിയെങ്കിലും എനിക്ക് അധ്വാനിക്കാനുള്ള ശേഷി തന്നല്ലോ. ഫലസ്തീൻ ആലോചിക്കുമ്പോൾ, ചൈനയിലെ സാധുക്കളായ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവരെ ആലോചിക്കുമ്പോൾ, ലോകത്ത് ഇന്നും തെരുവോരങ്ങളിൽ കട്ടപ്പെടുന്നവരെ ആലോചിക്കുമ്പോൾ, പടച്ചോനെ പള്ളിക്ക് വരാനും നടക്കാനും ഇരിക്കാനും കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിവും ശേഷിയും പടച്ചോൻ എനിക്ക് തന്നിക്കണല്ലോ. അൽഹംദുലില്ലാ, ഒന്നുമില്ലെങ്കിലും നടക്കിനോടത്ത് കുടിബോംബില്ലാത്തൊരു നാട് തന്നല്ലോ പടച്ചോനെ, അൽഹംദുലില്ലാ. ആ തൃപ്തി ഒരാൾക്കുണ്ടായാൽ പടച്ചവൻ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും ആശീർവാദവും കൊടുക്കും. അവന്റെ ജീവിതത്തിൽ ഹലാലായ സമ്പാദ്യത്തിലേക്ക് പടച്ചവൻ അവനെ നയിക്കും. എവിടെയാ പിഴക്കണ രസങ്ങളെ? ഈ ഖനാഅത്ത്, ഈ തൃപ്തി ഉണ്ടല്ലോ, പടച്ചവൻ തന്നതിലുള്ള തൃപ്തി എവിടെയാണോ നഷ്ടപ്പെടുന്നത് അവിടം മുതൽ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ തുടങ്ങും. ശരിക്കെഴുതി വെച്ചോളിൻ, പടച്ചവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ അവന് കൊടുത്തത്രല്ലോ, ഏട്ടന്മാർക്കും അഞ്ചന്മാർക്കുള്ളവർക്കില്ലല്ലോ. എന്റെ മകന് 10 കൊല്ലായിട്ട് പോയിട്ട് 4 കൊല്ലം മുമ്പ് ഗൾഫ് പോയവന്റെ അത്ര ഇല്ലല്ലോ എന്ന് എന്റെ ജീവിതത്തിൽ എന്നു മുതലാണോ തുടങ്ങുന്നത് അന്നു മുതൽ എന്റെ ജീവിതത്തിൽ സമാധാനം പോകും, ദുനിയാവ് പോകും, പരലോകം പോകും, ഹറാമു ജീവിതത്തിൽ വരികയും ചെയ്യും. തൃപ്തി എന്ന് പോകുന്നോ അന്ന് അവനവന്റെ ജീവിതം നശിക്കാൻ തുടങ്ങും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞതാണ്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? യുകബ്ബിർ ഇബ്നു ആദം, ആദമിന്റെ മകന് നമുക്ക് വയസ്സാകും. വയുകബ്ബിറു മഅഹു ഇത്നതാനി, വയസ്സാകും തോറും 2 കാര്യങ്ങൾക്കും കൂടെ വയസ്സ് കൂടും. വയസ്സാകും തോറും നമ്മുടെ കൂടെ 2 കാര്യത്തിന് കൂടി വയസ്സുണ്ടാകും. ഒന്ന് ഹുബ്ബുൽ മാൽ, പണത്തോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, വത്തൂലുൽ അമൽ, അമിതമായ പ്രതീക്ഷ. അമിതമായ പ്രതീക്ഷ പരലോകത്തെ കുറിച്ചാണ്. അതിന്റെ കൂടെ ഒന്നെന്നെ നബി എന്താ അറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രായം കൂടുന്തോറും പണത്തിനോടുള്ള ആർത്തിയും കൂടും. സഹോദരങ്ങളെ, ഹലാലായ മാർഗത്തിൽ എത്രയും പൈസ ഉണ്ടാക്കാം, ഹലാലായ മാർഗത്തിൽ എത്രയും ബിസിനസ് നടത്താം, ഹലാലായ മാർഗത്തിൽ കോടാനു കോടി രൂപയും നമുക്ക് സമ്പാദിക്കാം. അതിന് ഖൈറുണ്ടാകും, ബർക്കത്തുണ്ടാകും, സമ്പാദിക്കുകയും വേണം. നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ടാകണ്ടേ, ഒരു സംശയമല്ല. പക്ഷേ അല്ലാഹ് തന്നതിൽ തൃപ്തി ഉണ്ടാകണം. എങ്കിലേ ഹലാലിന്റെ മാർഗത്തിലേക്ക് കണ്ണും കാതും കൽബും പ്രവേശിക്കുള്ളൂ. അവിടെ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാതിരുന്നാൽ, പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാതിരുന്നാൽ, അവിടെ മുതൽ നമ്മുടെ ജീവിതം നശിച്ചു തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പടച്ചോൻ തന്ന സമ്പത്തിൽ പോരാന്ന് വന്നാൽ, ബാക്കിയുള്ളവൻ ഒപ്പിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് പൈസ തകയില്ല. അപ്പൊ എന്ത് വരും? നമ്മുടെ മനസ്സുകൊണ്ടുണ്ട് എന്ത് വരും? കടം വാങ്ങേണ്ടി വരും, കടം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോഴോ മുങ്ങേണ്ടി വരും, നാട് വിടേണ്ടി വരും, കളവ് പറയേണ്ടി വരും, അവനാന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഉറങ്ങേണ്ടി വരും. ഇനി കടവും കൊടുത്തു, കടവും കിട്ടുന്നില്ല, ലോൺ എടുക്കേണ്ടി വരും, വട്ടിപ്പലിശക്ക് വാങ്ങേണ്ടി വരും, പണ്ടം പണയം വെക്കേണ്ടി വരും, ആധാരം പണയം വെക്കേണ്ടി വരും, പറ്റിക്കേണ്ടി വരും, ചതിക്കേണ്ടി വരും. എല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമായി ഈ തന്ന ജീവിതത്തിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ വേണ്ടി അല്ല നമുക്കിതൊന്നും വന്നത്. മറിച്ച് ബാക്കിയുള്ളവർക്കൊപ്പിച്ച് നിലവിലുള്ള ജീവിതത്തിൽ തൃപ്തിപ്പെടാതെ വന്നപ്പോ നമ്മുടെ ജീവിതത്തിൽ കടം വന്നു, പലിശ വന്നു, പണയം വന്നു, വട്ടിപ്പലിശ വന്നു, ചതി വന്നു, വഞ്ചന വന്നു, സകലതും വന്നു. അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ വാക്ക് കൂടി ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞത്. പ്രവാചകന്റെ വാക്ക് എന്തറിയോ? മാദിഇബാനി. ഉദാഹരണ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാദിഇബാനി ജായിആനി, വിശന്നു നിൽക്കുന്ന രണ്ട് ചെന്നായിക്കൾ, ഉർസിലാ ഫീ ഗനമിൻ, തടിച്ചു കൊഴുത്തു നിൽക്കുന്ന ഒരാടിനെ കണ്ടു. രണ്ട് വിശന്നൊട്ടിയ 3 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത രണ്ട് ചെന്നായിക്കൾക്ക് ഒരാടിനെ ഒരാൾ കൊടുത്തു. ആടിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചാൽ ഫഅഫ്സദലഹ, ആ ആടിനെ എത്ര നിമിഷം കൊണ്ട് രണ്ട് ചെന്നായിക്കളും നശിപ്പിച്ചു കളയുമോ, കൊന്ന് ഭക്ഷണമാക്കി കളയുമോ. മിൻ ഹിർസിൽ മർഇ അലാ മാലി വശറഫ് ലിദീനിഹി, അധികാരവും പണത്തോടുള്ള തൃപ്തിയില്ലാത്ത ജീവിതവും ഒരാളുടെ ദീനിനെ നശിപ്പിക്കും. ഏതിനെ നശിപ്പിക്കും? ദീനിനെ നശിപ്പിക്കും. തൃപ്തിയില്ലാത്ത ജീവിതം ആദ്യം നശിപ്പിക്കുക ദീനിനെയാണ്. കാരണം ദീനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഏരിയയും അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒഴിവാക്കേണ്ടി വരും. കടം വാങ്ങി കൊടുക്കാതൊക്കെ ദീന് ഓപ്പോസിറ്റാണ്. അയാൾ കളവ് പറയേണ്ടി വരിക, ലോൺ എടുക്കേണ്ടി വരിക, അയാൾ പണയം വെക്കേണ്ടി വരിക, മുങ്ങി നടക്കേണ്ടി വരിക. അങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പം ഇനി എന്താണ്? ഇനി അത് തിരിച്ചു കൊടുക്കണം. കാരണം വീട്ടിക്ക് തെരഞ്ഞു വരാൻ തുടങ്ങി, ഫോൺ വരാൻ തുടങ്ങി, ജപ്തിന്റെ കാര്യം വരാൻ തുടങ്ങി, അങ്ങാടിയിൽ നിന്ന് വഷളാകാൻ തുടങ്ങി, പള്ളിക്കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി, രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി. ആളുകളുടെ ഇടയിൽ മുഴുവൻ സംസാരം ഉണ്ടായി. ഓനെ നോക്കണട്ടോ, ഓളെ നോക്കണട്ടോ, ആ കുടുംബം നോക്കണട്ടോ. മാനക്കേട് സഹിക്കാൻ കഴിയാതെ പിന്നെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി തിരിച്ചു കൊടുക്കണം എന്നത് വരും. അപ്പോഴോ സാധാ ജോലി കൊണ്ട് വീട്ടാൻ കഴിയില്ല. അപ്പൊ എന്താവും? അപ്പോൾ തോന്നിവാസത്തിന്റെ ഹറാമിന്റെ മേഖലയ്ക്ക് അടുത്ത സ്റ്റെപ്പ് കിടറങ്ങും. അതെന്താണ്? അവനാന്റെ പറമ്പ്, അവനാന്റെ കെട്ടിടം, അവനാന്റെ സ്ഥാനങ്ങൾ കള്ളിഷാപ്പിന് കൊടുത്താലാണെങ്കിലും, വ്യഭിചാരശാലക്ക് കൊടുത്താലാണെങ്കിലും, പലിശക്ക് കൊടുത്താലാണെങ്കിലും, ഏത് തോന്നിയാസിന് കൊടുത്താലാണെങ്കിലും നമുക്ക് പൈസ കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് ശൈത്താൻ എത്തിക്കും. ഇവിടം വിട്ടിട്ട് മറ്റൊരു നാട്ടിക്ക് സ്വർണം കടത്തിനില് അവനാന്റെ ചെറിയൊരു പങ്ക് അവനാന്റെ മേനി നോക്കിയിട്ട് കുറച്ച് ഷെയർ ഇട്ടാ മതി, എന്നാൽ ആ സ്വർണം കടത്തിനില് ബാക്കി പങ്ക് അവനാനുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ ഞാനുണ്ടായി. ഇന്റെ കടിയിൽ നിന്ന് വിൽക്കണ്ട, കടന്റെ ബാക്കിലൊരു പെട്ടിയില് ഇവിടത്തെ ചങ്ങാതിമാര് വരും, യുവാക്കൾ വരും, സാധനം ചോദിക്കും, പെട്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി, അവിടുന്ന് എടുത്തു പോയിക്കോളും. അതിന് നിനക്ക് ഇത്ര പൈസ ഇരുന്നാൽ അതിൽ ഞാനുണ്ടായി. കൊട്ടേഷൻ നീ നടത്തണ്ട, ടീമിനെ കാട്ടിക്കൊടുത്താൽ മതി, പൈസ തരുന്നു പറഞ്ഞാൽ അതിലും ഞാനുണ്ടായി. കാരണം പൈസ കിട്ടുക എന്നുള്ളതിന്റെ ജീവിതത്തിലെ മെയിൻ അജണ്ടയായി. കാരണം പടച്ചോൻ തന്ന ജീവിതത്തിൽ തൃപ്തിപ്പെടാത്ത മനസ്സ് വന്നോ അവിടം മുതൽ എന്റെ ജീവിതത്തിൽ ഹറാമ് കലരാൻ തുടങ്ങി. ഞാൻ എന്റെ ഉമ്മാരുടെയൊക്കെയാണ്, ഉമ്മാരെ നിങ്ങൾക്ക് എന്നാണ് സമാധാനം പോയത്? ഭാര്യമാരെ നിങ്ങൾക്ക് എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പോയത്? നിങ്ങൾ എഴുതി വെച്ചോളിൻ. ബാപ്പാരെ നമ്മളെ ദൈവത്തിൽ എപ്പോഴാണ് സമാധാനം പോയത്?
ഈ ജീവിതത്തിൽ ഇങ്ങനെ ഹലാലായ മാർഗത്തിൽ ഇങ്ങനെ പോണോടുന്ന് നമ്മുടെ അടുത്ത് ആരെങ്കിലും വരും, എന്നിട്ട് പറയും, എടാ വല്ലാതെ ദീനൊന്നും നോക്കണ്ട, വല്ലാതെ മൂല്യമാരെ ഹുത്തുവൊന്നും കേൾക്കണ്ട, അതിനനുസരിച്ച് നോക്കണ്ട, എന്നിട്ട് എന്തെങ്കിലും ഒരു ഏർപ്പാടിക്ക് നമ്മളെ പടച്ചോൻ ഇട്ടല്ലാത്തീക്കണ് കൊണ്ടുപോയിട്ട് അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത പോയി തുടങ്ങിയതാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മളെങ്കിലും തിരുത്തണം സൗങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് പറയും, എടാ ഈ ഇപ്പൊ MHMലാണില്ലേ, എനിക്ക് BMW കൊണ്ട് ബൈക്ക് വേണ്ടേ, ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പൊ സാധാരണ സാൻഡ്രോ കാറിലാണില്ലേ, എനിക്ക് വലിയ ഓടി കാറ് വേണ്ടേ? ഇപ്പൊ സാധാരണ ഒരു വീട്ടിലാണില്ലേ, എനിക്ക് 2 നിലയും പിന്നെ അങ്ങാടി ഫ്ലാറ്റും വേണ്ടേ? നമ്മൾ ആർക്കാ വേണ്ടാത്ത? അതിനെന്താ മാർഗം? അതിനവൻ മാർഗം പറഞ്ഞുതരും. ആ മാർഗം ഹലാലാണോ? ആ മാർഗം. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കാൻ ഞാനൊന്നിനും പറ്റാത്തവനാണ്. റസൂലുള്ളാഹിന്റെ വാക്കെന്താ അറിയോ? അർബഉൻ. വിശ്വാസികളെ, നമ്മളോട് റസൂൽ പറഞ്ഞാൽ നാട്ടുകാരുടെയും അങ്ങാടിക്കാരുടെയും ഓൺലൈനിൽ കോട്ടിട്ട് വരുന്നവരുടെയും ഉപദേശം സ്വീകരിക്കുന്നതിന് മുന്നേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നമ്മളോട് പറയാൻ, അർബഉൻ, 4 കാര്യം. ഇദാ കുന്ന ഫീക്, ആ 4 കാര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ, ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ, ദുനിയാവിൽ ആരൊക്കെ എന്തൊക്കെ പോയി പറഞ്ഞാലും അനക്കൊരിക്കൽ പോലും ദുനിയാവ് നട്ടാവൂല. അതിലൊന്നെന്താ പറഞ്ഞറിയോ? ഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, അവനാൻ കഴിക്കണ ഭക്ഷണം, വരുമാനം പടച്ചോൻ തന്ന ഹലാലിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടോ? അനക്ക് ആ വണ്ടിയില്ലല്ലേ, ഈ വണ്ടിയില്ലല്ലേ, നിന്റെ കുട്ടിക്ക് ഇങ്ങനല്ലേ എന്ന് പറഞ്ഞാലും ബേജാറാകണ്ടടാ. അവൻ നട്ടത്തിക്കാ പോകുക, നീയാണ് സ്ഥായിയായി ലാഭമുള്ളവൻ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകത്തുമ്പോ ഞാനും എന്റെ കുടുംബവും നിൽക്കണം. സോങ്ങളെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, ഒരു സംശയമല്ല. ദുനിയാവാണ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ അറിയോ? വലക്കും, അവിടെ നമ്മക്കുണ്ട്, മാ തസ്തഹി അൻഫുസക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടുന്ന ലോകം സ്വർഗാണ്. 99% പൈസയിട്ട് അല്ല കാത്തിക്കാണ്. 1% കുട്ടരെ എവിടെ തന്നത്? ആ 1% കെട്ടിമറിഞ്ഞ് അത് ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് കിട്ടല്ലാത്ത മാർഗവും തേടി നമ്മൾ ഇവിടെ ആളാകാൻ വേണ്ടി നിൽക്കുമ്പം അല്ല ഒരുക്കി വെച്ച 99% നമുക്ക് നഷ്ടപ്പെടാന്ന് മാത്രല്ല, ദുനിയാവും പോകുകയാണ്. ദുനിയാവും പോവുക. ഒരു കല്യാണം നടക്കുന്നു. ഞാൻ എന്നും സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്, കല്യാണം നടക്കണു. നമ്മൾ ആദ്യം നോക്കേണ്ട യുവാക്കൾ, യുവതികളും ബാപ്പാരെ, ഒരു കല്യാണത്തിന്റെ കാലാവധി എത്ര നിങ്ങൾക്ക് അറിയോ? എപ്പോഴെങ്കിലും ആലോചിക്കണോ? ഒരു കല്യാണത്തിന്റെ കാലാവധി. നമ്മൾ ഈ നാട്ടിലെ സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു, ഈ നാട് മൊത്തം അറിയണ കടം വാങ്ങി ഭക്ഷണം കൊടുത്തു. അതിന്റെ കാലാവധി എത്ര? അടുത്തൊരു നല്ല കല്യാണം കഴിയുന്നത് വരെ. അത് ചിലപ്പോ ഇന്ന് ഉച്ചക്കാണ് നമ്മുടെ കല്യാണം, നാളെ ഉച്ചക്കാണ് അടുത്ത കല്യാണമെങ്കിൽ ആ കല്യാണം ഇതിനേക്കാൾ ഉഷാറായാൽ കഴിഞ്ഞു, നമ്മുടേത് കഴിഞ്ഞു. ഇതെന്തിനാ പറയണറിയോ? നമ്മുടെ കയ്യിൽ ഒരു 8 ലക്ഷം ഉറുപ്പ്യുണ്ട്, നമ്മളെ കൊണ്ട് കടം വരാതെയാണ് കല്യാണം നടത്തേണ്ടത്. ആ നടത്തിയ കല്യാണം കൊണ്ട് നമുക്ക് സന്തോഷാണ് ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് ഇസ്ലാമികമായ കല്യാണമാകുക. കാരണം കല്യാണത്തിന്റെ ലക്ഷ്യം മവദ്ദത്തും റഹ്മത്തും കൂടലാണ്, സന്തോഷവും സമാധാനം കൂടലാണ്. നമ്മുടെ നാട്ടിൽ എന്താ അമ്മാരെ വാപ്പാരുണ്ടാലറിയോ? കല്യാണം നടത്തും, എന്നിട്ട് കടം വരും. 3 കൊല്ലം ആ കടം വീട്ടാൻ വേണ്ടി അധ്വാനിക്കും. എന്താണ് കല്യാണം കൊണ്ട് കിട്ടേണ്ട സന്തോഷം? എന്താ കല്യാണം കൊണ്ട് പോയത്? ഭക്ഷണം പോയോ? മന്ത്രിമാര് പോയതാണോ? കുടുംബക്കാര് വരാത്താണ്? എന്താ പോയത്? സമാധാനം പോയി. ഗൾഫ് പോവുക, നാട്ടിൽ അധ്വാനിക്കുക, കല്യാണത്തിനുണ്ടാക്കിയ കടം വീട്ടുക. ആ വീട്ടുമ്പം എന്തിനാ നമ്മൾ കല്യാണം നടത്തിയേ? ആൾക്കാർക്കിടയിൽ സംഭവമാകാൻ. കടം വന്നു കഴിഞ്ഞാൽ സംഭവിക്കണം തരും. ഇനി ദീന് പോകുന്നത് പറയാ. കടം വന്നു 3-4 കൊല്ലം ഈ കല്യാണത്തിനുണ്ടാക്കുന്ന കടം വീട്ടാൻ നിൽക്കുമ്പം അതിന്റെ ഇടയ്ക്ക് നമുക്ക് സമാധാനം കിട്ടൂല. ചങ്ങായിമാര് വിളിക്കാൻ തുടങ്ങും, നാട്ടാര് വിളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ആരാധന, സമാധാനത്തിലൊന്ന് പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല, ഒന്നൊരു 10 മിനിറ്റ് ഖുർആൻ ഓതാൻ കഴിയില്ല. കാരണം സ്വസ്ഥതല്ല. ഒരു 5 മിനിറ്റ് അള്ളാഹിനോട് കാര്യം പറയാൻ വയ്യ, സ്വസ്ഥതല്ല. ബാങ്കിൽ നിന്ന് വിളിയാണ്, നാട്ടാര് ചോദിക്കാണ്, നമ്മളെ വിളിച്ചിട്ട് കിട്ടാനിട്ട് പെണ്ണുങ്ങൾക്ക് വിളിക്കാണ്, പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കിട്ടാനിട്ട് കുട്ടികൾക്ക് വിളിക്കാണ്, അനിയനും ചേട്ടനും വീട്ടിക്ക് തെരഞ്ഞു വരാണ്. നിസ്കരിക്കാൻ കഴിയോ? നോമ്പോൽക്കാൻ കഴിയോ? എന്താ പോയത്? പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരം പോയി.
പടച്ചോനുള്ള ബന്ധം പോയി. എവിടുന്നാ പോയതറിയോ? എവിടുന്നാ പോയത്? ഞാൻ കാഫിറാകുന്നു എന്ന് പ്രഖ്യാപിച്ചതല്ല. പടച്ചോൻ തന്ന സമ്പത്തിൽ തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്തപ്പം ശൈത്താൻ കൊണ്ടുപോയി ആക്കിയതാണ്. ശൈത്താൻ കൊണ്ടുപോയി ആക്കിയത്. വീടുണ്ടാക്കുന്നു, നമ്മളൊക്കെ, എനിക്കും വീടുണ്ടാക്കണം, നമുക്കൊക്കെ വീടുണ്ടാക്കണം, ഒരു സംശയമില്ല. പക്ഷെ ആലോചിക്കണം എന്താ അറിയോ നമ്മളെ, വീട്ടാൻ കഴിയാത്ത പൈസ ഉണ്ടാക്കി നിങ്ങൾ പേരുണ്ടാക്കലിൻ. ദയവ് ചെയ്ത് പറയാൻ, മദ്യം പറഞ്ഞ് കുഴങ്ങിയോണ്ട് പറയാൻ, ദയവ് ചെയ്ത് ഉണ്ടാക്കലിൻ. കുടിൽക്കലിന് വരുന്ന ആവേശല്ല ബാക്കി ഉണ്ടാകുക, അല്ല അവനവന് താങ്ങാൻ കഴിയുന്നത് അപ്പുറം ഉണ്ടാകുക. നിങ്ങൾക്കറിയോ, വീട് കൂടൽ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചിട്ട് വീട്ടിക്ക് ഭാര്യന്റെ മക്കളെടുത്തേക്ക് കടക്കാര് തെരഞ്ഞു വന്ന് തോന്നിയാസം പറഞ്ഞിട്ട് അങ്ങാടിക്കാര് വീട് വിറ്റ് കടം വീട്ടിക്കണ്. വീട് വിൽക്കുക എന്തിന്? കയറ്റിയ പൈസ തികയാഞ്ഞിട്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം വീട് വിറ്റിട്ട് ഭാര്യ മക്കളും കടം വീട്ടി വാടക വീട്ടിക്ക് താമസം മാറുക. ദയവ് ചെയ്ത് ആളുകൾക്ക് വേണ്ടി, സംഭവാകാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുമ്പം ആ പണം തികയാതെ വരുമ്പം കിട്ടുന്നോടത്തുനിന്ന് വാങ്ങും. ആ വാങ്ങണ ഏരിയ പടച്ചോൻ ഹറാമാക്കിയ മാർഗമായിരിക്കും. അതാ പ്രശ്നം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ഭാഗാണ്. വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്കെന്തറിയോ? ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, നബിന്റെ വാക്കാണ്. മാ അൽ ഫഖ്റു അഖ്ശാ അലൈക്കും. വിശ്വാസികളെ, നമുക്ക് പട്ടിണി വന്നിട്ട് നമ്മൾ ദീനിൽ നിന്ന് തെറ്റിപ്പോകും എന്നല്ല ഞാൻ വിചാരിക്കുന്ന. നബി പറയാൻ, പട്ടിണി വന്നിട്ട് നമ്മൾ അതിന് തെറ്റിപ്പോകും, ദീനിൽ നിന്ന് തെറ്റിപ്പോകും എന്നല്ല വിചാരിക്കുന്നത്. വലാകിൻ അഖ്ശാ, പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, ദുനിയാവിൽ ആഡംബരപൂർണമായ ജീവിതം പടച്ചോൻ തരും. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും, ഖാറൂന് കൊടുത്ത പോലെ, ഫിർഔന് കൊടുത്ത പോലെ, മുൻഗാമികളിൽ പലർക്കും പടച്ചോൻ കൊടുത്ത പോലെ സുഭിക്ഷത പടച്ചോൻ തരും. എന്നിട്ടോ ഫതനാഫസുഹ, അതിൽ തൃപ്തിപ്പെട്ട് പടച്ചോന് ഖൈർ ചെയ്ത് ഉള്ളത് കൊണ്ട് നല്ലം പോലെ ജീവിച്ച് അള്ളാന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്ത് ഹലാലായ മാർഗത്തിൽ കൂടുതൽ അധ്വാനിച്ച് അങ്ങനെ ജീവിക്കുന്ന പകരം ഫതനാഫസുഹ, മത്സരിക്കാൻ തുടങ്ങും. വലിയ കല്യാണം, വലിയ വണ്ടി, വലിയ വീട്, വലിയ ഫോണ്, അവനാന്റെ മക്കളെ വൽപ്പത്തരം പറഞ്ഞാണ്ട് അതിനിങ്ങനെ പൈസ ഉണ്ടാക്കാൻ തുടങ്ങും. തികയാതെ വരും, സമ്പത്ത് തികയാതെ വരും, പണം തികയാതെ വരും. അപ്പോൾ വതുഹ്ലികകും കമാ അഹ്ലക്തുഹും, അല്ലാഹ് അവരെ നശിപ്പിച്ച പോലെ നമ്മളെയും പടച്ചോൻ നശിപ്പിക്കും. എഴുതി വെക്ക, നമ്മുടെ സമാധാനം പോയത് അയിമെന്നാണ്, അതുമെന്നാ പോയത്. പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് കൂട്ടരെ. നമ്മളെക്കാളും പൈസ പറഞ്ഞോള്, നിങ്ങൾ ഓരോട് ചോദിച്ചു നോക്കോണ്ടി, അവര് പറയും റാഹത്താണ് മൗലവി, അൽഹംദുലില്ലാ, വലിയ ആശുപത്രി കേസൊന്നും ഇല്ലാതെ അങ്ങനെ പോയാ മതി, ഖൈറാൻ. നിങ്ങൾ അവരെ കുട്ടികളെ കല്യാണം ചോദിച്ചു നോക്കോണ്ടി, അള്ളാഹ് ശരിയാക്കും. എങ്ങനെയാണെന്ന് അറിയും, ഏതെങ്കിലും ആളുണ്ടാവും ഇതേപോലെ ചിന്തിക്കണേ, പടച്ചോനെ അയിമക്കണ് എത്തിക്കും. കുട്ടിന്റെ 1ാമത്തെ കുട്ടിന്റെ കല്യാണം നമ്മളെപ്പോലെ ആലോചിക്കുന്ന പാവം കുടുംബണ്ടേനി, ഓൻ വന്നിട്ട് കെട്ടിച്ചു തരുമെന്ന് ചോദിച്ചു, കെട്ടിക്കൊണ്ടുപോയി. നമ്മളപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എന്തിനറിയോ? ഇതെന്താണ് ആക്കേണ്ടത്? കാരണം പെരന്റെ ഒരു ഭാഗം കടം, വണ്ടിന്റെ ഒരു ഭാഗം കടം, കുട്ടിന്റെ പഠിപ്പൊരു ഭാഗം കടം, എല്ലാം കടം. ഓരോരുത്തരും നമ്മളെ നോക്കി നിൽക്കുകയാണ്. ഓരോരുത്തരും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ് തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാത്തവന് പടച്ചോൻ കൊടുക്കുന്ന പരീക്ഷണാണ് ഹറാമായ സമ്പാദ്യത്തിലേക്ക് എത്തുക എന്നുള്ളത്. നമ്മുടെ പണയം, നമ്മുടെ ആധാരം, നമ്മുടെ ബാങ്കുമായിട്ട് ഇത്തരം ഇടപാടുകൾ, നമ്മൾ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന കേസുകൾ എല്ലാം ആലോചിച്ച് നോക്കൊണ്ടി. ജീവിക്കാൻ ഒരു ഗത്യന്തരവുമില്ലാതെ വാങ്ങിയതല്ല നമ്മൾ, മറിച്ച് ആളുകൾക്ക് ഒപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ആ വാങ്ങുന്നതിൽ പടച്ചോന്റെയൊക്കെ ഒരു ബർക്കത്തുണ്ടാവില്ല. പ്രവാചകൻ പറഞ്ഞൊരു ഹദീത്ത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പറയാൻ, യാ യുഹന്നാസ്, മനുഷ്യന്മാരെ, നമ്മളോട് പറയാൻ, ഇത്തഖുല്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണം. അടുത്ത വാക്കിട്ടോ, ഇത് പോകരുത്, ഇത് മനസ്സിന്ന് പോകരുത്. വജ്മലൂ ഫിത്തലബ്, അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ നന്നാക്കൂ, ഭംഗിയുള്ളതാക്കൂ. പടച്ചോനോടെ അവനാന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് ഭംഗിയാക്കൂ. എന്തേ കാരണം? ഫഇന്ന നഫ്സൻ, ലോകത്തൊരൊറ്റ മനുഷ്യനും ലൻ തമൂത, ഒരിക്കലും പടച്ചോനോനെ മരിപ്പിക്കൂല,
ഹത്താ തസ്തഫിയ റിസ്ഖുഹാ, പടച്ചവൻ അവന് നൽകാമെന്നേറ്റ അവന്റെ സമ്പത്ത് കിട്ടാതെ ഒരാളെയും പടച്ചോ ഈ ദുനിയാവെന്ന് കൊണ്ടുപോവില്ല. നമ്മളമ്മാന്റെ ഗർഭപാത്രത്തിലെ നമ്മളാകണ സമയത്ത് നമ്മക്കല്ല തരണമെന്ന് വിചാരിച്ച ജോലിയും നമ്മക്ക് കിട്ടണമെന്ന് പറഞ്ഞ പറമ്പും നമ്മക്കുണ്ടാകുമെന്ന് പറഞ്ഞ പൈസയും തരാതെ അല്ല മരിപ്പിക്കൂല. അടുത്ത വാക്ക് പ്രവാചകന്റെ വാക്ക് ഹത്താ തസ്തഫി റിസ്ഖുഹാ വഇൻ അബ്ത അൻഹാ, കുറച്ച് വൈകിട്ടാണെങ്കിലും, ചിലപ്പം 45 മുതലേക്കാരം തരിക, ചിലപ്പോ 50-ാമത്തെ വയസ്സിലായിരിക്കും തരിക. പക്ഷെ അല്ല നമുക്ക് തരാമെന്നേറ്റ 1 മണിവറ്റ്, 1 സെന്റ് സ്ഥലം, 1 ഉറുപ്യ, 1 റിയാല്, 1 പീടിക റൂം തരാതെ പടച്ചോ നമ്മളെ മരിപ്പിക്കൂല. പിന്നെന്തിനാ കൂട്ടരെ ബേജാറാണ്? തരാൻ അല്ല വിചാരിച്ചുകണോ കിട്ടും. പടച്ചോ നിലവിൽ തന്നിട്ടില്ലേ, പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. കിട്ടാത്തതിന് ഹറാമിന്റെ വഴി തേടണ്ട, കിട്ടാത്തതിന് ഹറാമിന്റെ മാർഗം പോകണ്ട. അല്പം വൈകിട്ടാണെങ്കിലും പടച്ചോൻ തരും. ഫത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. വജ്മലൂ ഫിത്തലബ്, വീണ്ടും പറയാൻ പടച്ചോനോട് ചോദിക്കുന്നത് നന്നാക്കിക്കോളൂ. ഖുദൂ മാ ഹല്ല, എന്നിട്ട് ഹലാലായ മാർഗം സ്വീകരിക്കൂ. വദ്ഉ മാ ഹറം, ഹറാമായ മേഖല ഒഴിവാക്കൂ. സോങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ കയറി വന്ന് നിരങ്ങി നമ്മളെ കുടുംബം നമ്മളെ ശപിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിക്കരുത്. അങ്ങാടി കൂടെ നടക്കുമ്പം തലയിലൂടെ മുണ്ടിട്ട് ആളുകളുടെ മുന്നിലൂടെ നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഇതൊക്കെ നബി പറഞ്ഞത് നമ്മൾക്ക് അല്ല തന്നതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം. വാക്കുകൾ അവസാനിപ്പിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പ്രവാചകൻ എന്ന് അറിയാമോ? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. മൂസാ നബി നേർക്ക് നേർ അല്ലാണ്ട് ചോദിക്കാൻ. മൂസാ നബി നേർക്ക് നേർ അള്ളാഹിനോട്, ഐ റബ്ബി, പടച്ചോനെ, അയ്യു ഇബാദിക അഗ്ന, ഞാൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അള്ളാഹുവേ നിനക്കേറ്റവും തൃപ്തിയുള്ള ഇബാദത്ത് ഏതാണ്? മൂസാ നബി അള്ളാഹിനോട് ചോദിക്കാൻ. അതിന് അള്ളാഹുവിന്റെ മറുപടി, ഖാല അഖ്നഅതുഹും ബിമാ അഅതൈതുഹു, എടാ ഞാൻ നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് ഏറ്റവും നല്ല ഇബാദത്ത്. അത് ചിലപ്പം കുറവാകാം, കൂടുതലാകാം, കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലാകാം, കഴിഞ്ഞ 5 വർഷത്തെക്കാൾ കുറവാകാം. അതിൽ തൃപ്തിപ്പെട്ട് ഹലാലായ മാർഗത്തിൽ മുന്നോട്ട് പോവുക. ഒരിക്കലും പടച്ചവൻ തന്നതിൽ നിരാശപ്പെട്ട് ഇല്ലല്ലോ, അവന്റെ അത്ര ഇല്ലല്ലോ, ഇതുവരെ ഉണ്ടായിരുന്നത് പോയല്ലോ എന്ന നിരാശയിലേക്ക് വന്നാൽ പിന്നെ ശൈത്വാൻ ഇടപെടും. ആ ഇടപാട് ഹറാമിലേക്ക് എത്തിക്കും. ആ ഹറാമിലേക്കുള്ള എത്തിക്കൽ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വഴിമാറും. കടം വന്നാൽ പിന്നെ അവന് ഹജ്ജ് ഉണ്ടാവില്ല, കടം വന്നാൽ പിന്നെ അവന് ഉംറ ഉണ്ടാവില്ല, കടം വന്നാൽ പിന്നെ അവന് സ്വതക്ക ഉണ്ടാവില്ല, കടം വന്നാൽ അവന് ക്ലാസ്സിന് നിൽക്കാൻ കഴിയില്ല, കടം വന്നാൽ, പലിശ വന്നാൽ, ഹറാമ് വന്നാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും അവന് കഴിയില്ല. മരിക്കും വരെ അവൻ ആ സമ്പത്തിന്റെ കെടുതിയിൽ തന്നെയായിരിക്കും. ഒരു നന്മക്കും അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു ഉളുഹിയത്തിനും ചേരാൻ കഴിയില്ല, ഒരു പള്ളിയും അവൻ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ദീനും അവന് സ്വതക്ക കൊടുക്കാൻ കഴിയില്ല. കാരണം അവൻ വരുത്തിവെച്ച ഹറാമായ സമ്പത്തിന്റെ കടമുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ കാര്യം, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ തൃപ്തിപ്പെടാൻ കഴിയണം. ഞാൻ എൻ്റെ യുവാക്കളോടും വാപ്പാരോടൊക്കെ, യുവാക്കളെ, നിങ്ങൾ നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും, എൻ്റെ ഒരു വസിയത്തായി, ദീനിന്റെ ഒരു വസിയത്തായി, വാപ്പാക്കും ഉമ്മാക്കും ഇടങ്ങേറ് ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുത്തൊരു സമ്പത്തുണ്ട്. അതിൽ അവർ അവരെക്കാൾ കൂടുതൽ നിങ്ങളെ നോക്കും. ഒരു വാപ്പ എന്നുള്ള നിലക്ക് എനിക്കും അറിയാം, ഇവിടെ ഇരിക്കണ ഓരോ വാപ്പാർക്കും അറിയാം, സ്വന്തം മകന്റെ കൈയും അവനാന്റെ കൈയും ഒന്നിച്ചു പൊട്ടിയാൽ ഡോക്ടറോട് ആദ്യം ഓന്റേത് കെട്ടാനേ പറയുള്ളൊരു ബാപ്പിയും അത്രയും സമ്പത്ത് മുഴുവനും ബാപ്പിയും ഇങ്ങക്ക് വേണ്ടിയിട്ടാ ചെലവഴിക്കണം. അവിടെ ഒരു വാപ്പാനെ കൊണ്ട് കടം എടുപ്പിക്കുന്നതിലേക്കും ഒരു ഉമ്മാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാപ്പാനെ ഇടങ്ങേറാക്കുന്നതിലേക്കും
നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബാപ്പാനും ഇമ്മാനും നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതിലേക്കും ദയവ് ചെയ്ത് മുഅ്മിനുകളായ എൻ്റെ നല്ല മക്കൾ ആയി മാറരുത്. നിങ്ങളൊരു കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ബാപ്പാണ്ട് എന്താ പറയേണ്ടത്, ബാപ്പ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നിങ്ങൾ വെക്കും, ബാപ്പ എത്ര ആൾക്കാരെ ഞാൻ വിളിക്കണ്ടേ, ഞാൻ ഓല വിളിക്കുക, അതിന് പകരം എന്ത് ചെയ്യേതറിയോ, ഞാൻ പെൺകുട്ടികളോട് കൂടി പറയണം, മക്കളെ നിങ്ങൾ എന്ത് പറയരുതറിയോ, ബാപ്പ എന്റെ കല്യാണങ്ങൾക്ക് പൈസ ഉണ്ടോ പൈസ ഇല്ലയോ നോക്കണ്ട, അതിങ്ങനെ നടത്തണം. നിങ്ങൾ ഫ്ലെക്സ് ബോർഡുമ്പോൾ കണ്ടിട്ടില്ല, മനം പോലെ മംഗല്യം, അങ്ങനെ തന്നെ എന്റെ കുറച്ച് ആഗ്രഹം. എന്നിട്ട് ബാപ്പാന്റെ മുന്നിൽ ലിസ്റ്റ് വെക്കുക. എന്നിട്ട് ബാപ്പാന്റെ മനസ്സിൽ ആകെ എനിക്കൊരു പെൺകുട്ടിയാണുള്ളത്, ആ കുട്ടിന്റെ ഇനിയിപ്പോ മകള് പറഞ്ഞിട്ട് ഓള് പോകല്ലേ, അങ്ങനത്തെ ഒരു ഇടങ്ങേറുണ്ടാക്കി ബാപ്പാൻ ഇമ്മാനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പാനോട് ഉമ്മാനോട് പറയേണ്ടി, ബാപ്പ അമ്മ ഇന്റെ വിദ്യാഭ്യാസത്തിന്, ഇന്റെ ലാപ്ടോപ്പിന്, ഇന്റെ ഫോണിന്, ഇന്റെ കല്യാണത്തിന്റെ ഡ്രസ്സിന് ബാപ്പ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം, എനിക്കും വേണ്ടി നിങ്ങൾ കടം വാങ്ങരുത് എന്ന് പറയണം. അവിടെ ഒരു ബർക്കത്തുണ്ടാവും. അവിടെ അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹിച്ചു തരും. അത് അള്ളാന്റെ വാക്കാണ്. ഞാൻ മക്കളോട് പറയാൻ, ഒരിക്കൽ പോലും ബാപ്പാനും ഇമ്മാനും നിങ്ങൾ വഴി നിങ്ങൾ കഷ്ടപ്പെടരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ, ഒരു കാര്യം, മക്കളെ നമുക്ക് അത്യാവശ്യം അള്ളാഹു സമ്പത്ത് ഉണ്ടാവും, അൽഹംദുലില്ലാ. അത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഞാൻ ആവർത്തിച്ച് പറയണം, നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത്, നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പാവപ്പെട്ടവർക്ക് അത് കിട്ടുള്ളൂ, കഷ്ടപ്പെടുന്നവർക്ക് കിട്ടുള്ളൂ. ഈ നാട്ടിലെ പാവങ്ങൾക്കും കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കിട്ടണമെങ്കിൽ വിശ്വാസികളായ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം. അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആ ഭാഗം നമ്മൾ വീണ്ടും പറയാൻ ഹലാലായ മാർഗത്തിലാണ്. അവിടെ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടാകുമ്പം നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഭാഗം പറയണം. അവർക്ക് രണ്ടു ഭാഗവും ബോധ്യപ്പെടുത്തി വളർത്തണം. ദയവ് ചെയ്ത് രക്ഷിതാവ് എല്ലാ സുഖാഡംബരങ്ങളിലും അവരെ വളർത്തിയാൽ അവർ നന്നാകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനഃശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്കൂ, ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ, അധ്യാപകരോട് ചോദിച്ചു നോക്കൂ. തെറ്റാണ്. നമ്മളെ കുട്ടിക്ക് എല്ലാ കല്യാണത്തിനും പുതിയ ഡ്രസ്സ് വാങ്ങാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും. പക്ഷെ അവളോട് പറയണം, മോളെ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുക. അതിന്റെ അപ്പുറം എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് എടുത്താൽ പടച്ചോന്റെയൊക്കെ പൈസ കിട്ടും. ബാപ്പാന്റെ പൈസ ഇല്ലാത്തോണ്ടല്ല മോളെ, അങ്ങനെ ചെയ്യരുത്. ഇഷ്ടത്തോടുകൂടി പറയണം, ബോധിപ്പിക്കണം, ഇഷ്ടത്തോടുകൂടി ബോധ്യപ്പെടുത്തണം. എല്ലാ വെക്കേഷൻ, ഞാൻ ഇതിന് എതിരായിട്ട് പറയലട്ടോ, അങ്ങനെ കരുതരുത്. എല്ലാ വെക്കേഷനും അല്ലെങ്കിൽ എല്ലാ ശനി ഞായറും കൂടുമ്പോ എല്ലാ പ്രാവശ്യവും ഊട്ടിക്കുക എല്ലാം അങ്ങനെ ആകുമ്പം എന്താ വാപ്പാരെ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് അസുഖമായി കിടക്കുമ്പോഴും ആ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മുന്നിൽ പറയും. കേട്ടതുകൊണ്ടും അനുഭവം കൊണ്ട് പറയാൻ, കേട്ടതുകൊണ്ടും അനുഭവം കൊണ്ടും. ബാപ്പ ഇങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ മൈസൂർക്ക് പോകേണ്ട സമയമാണില്ലേ, എന്നാപ്പോ ഇതൊക്കെ തീരുക, കടക്കണ നമ്മളവിടെ കടന്ന് കരയേണ്ടി വരും. സോ അതിന്റെ അർത്ഥം എന്താ, പോകണ്ടെന്നാ അല്ല, നമ്മൾ പോകണം. പോകണ കൂട്ടത്തിൽ തിരിച്ചു വരുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൂടി ഒന്ന് കൊണ്ടുപോകണം. എപ്പോഴെങ്കിലും അസുഖമായി കിടക്കണ വീട്ടിൽ പാവപ്പെട്ടവരുണ്ടാവും, ഓലയും കൂടി ഒന്ന് കൊണ്ടുപോകണം. ഓല കയ്യിൽ 100 റുപ്യ 500 റുപ്യ എടുത്തിട്ട് എടാ മമ്മാക്ക് കൊണ്ടേ കൊടുക്കട്ടോ, ആ കാക്കാക്ക് കൊണ്ടേ കൊടുക്കട്ടോ. സൗങ്ങളെ, നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ആനന്ദത്തിന് പോകുമ്പോഴും എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പം ഈ കാണുന്ന ക്യാൻസർ വാർഡ് അതിനായിട്ട് പോകണ്ട, പോണ വഴിക്കൊന്നിറങ്ങി ഒന്ന് കണ്ട് ആശുപത്രികൾ സന്ദർശിച്ച് പാവപ്പെട്ടവരെ കണ്ട് ഇവിടെ വീടില്ലാത്തവരെ വീട്ടിൽ കൂടെ ഒന്ന് പോയി കയ്യിൽ എന്തെങ്കിലും ചെറിയൊരു കിറ്റൊക്കെ ആയിട്ട് നമ്മൾ കുടുംബം പോയി അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ മക്കളെ പരിശീലിപ്പിക്കും. മനസ്സിലാവും ബാപ്പിമ്മ ആരാണ്. അല്ല എങ്കിൽ ആഡംബരത്തിൽ ജീവിച്ച് ഒരു കൊറോണ വന്ന് പൈസ പോയാൽ അവർ പൈസക്ക് ഏതായാലും ആവശ്യക്കാരാവും. പൈസ അപ്പോൾ മുതൽ തരാത്ത വാപ്പാനോടും ഉമ്മാനോടും എതിരാവും. കഴിഞ്ഞ ഒരാഴ്ച അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വിദേശത്തായിരുന്നു. ഒരു ഉപ്പ പറഞ്ഞ വാചകം മനസ്സിലിങ്ങനെ പൊള്ളുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, മോലെ 30 കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു, നാട്ടിക്ക് വന്നു. അപ്പം എന്റെ മകന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാനും മകനും കല്ലെടുക്കുന്ന വിഷയത്തിൽ ഒരു ബാപ്പ മകൻ എന്നുള്ളൊക്കെ ഒരു സംസാരം ഉണ്ടാവുമല്ലോ. എടാ അവിടുന്ന് എടുക്കുക ഇവിടുന്ന് എടുക്കുക 2-3 വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പം എന്റെ ഭാര്യ ഓന്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, എടാ ബാപ്പ പറഞ്ഞ തൽക്കാലം മൂളിക്കൊടുത്തളാ, 2 ദിവസം കഴിഞ്ഞാൽ പോകും, വെറുതെ തർക്കിച്ചാൽ നിൽക്കണ്ട. 2 ദിവസം കഴിഞ്ഞാ പോകും. നിന്റെ ഭാര്യ അവിടെ വെച്ച് പറഞ്ഞ മൗലവി, അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എനിക്ക് പോരാൻ തോന്നി. ഞാൻ ആ വീട്ടിൽ ശല്യാണില്ലേ. സോ ഇത് നമ്മളെ പുറത്തി ഉണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും തോന്നുന്നു. ഇഷ്ടം കൊണ്ട് പറയാൻ, എല്ലാം കൊടുക്കുന്നോണ്ട് സ്നേഹം ഉണ്ടാവില്ല. എല്ലാം കൊടുക്കാതൊക്കെയല്ല വേണ്ടത്. ചിലതൊക്കെ നിയന്ത്രിച്ച് ബോധ്യപ്പെടുത്തി നിയന്ത്രിച്ചു കൊടുക്കണം. ഇപ്പോൾ അവർ പിശുക്കനാണെന്ന് പറഞ്ഞാലും മൊരടാനാണെന്ന് പറഞ്ഞാലും ആ ബാപ്പാക്കും അമ്മാക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കും. നമ്മൾ തീരുമാനം എടുക്കണം. എന്ത് നരസങ്ങളെ, എന്തൊക്കെ വന്നാലും
പടച്ചോൻ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും. ഹറാമിന്റെ ഒരു മേഖലയ്ക്ക് ഞാൻ പോകൂല എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നൽകും. മക്കൾ ദയവ് ചെയ്ത് വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും പലിശക്കോ കടമോ നിങ്ങളുടെ പേരിൽ വാങ്ങിപ്പിക്കരുത് എന്ന തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങളുടെ ജോലി അള്ളാഹ് എളുപ്പാക്കും, നിങ്ങളുടെ ദാമ്പത്യം പടച്ചോൻ എളുപ്പാക്കും. എല്ലാത്തിനും പുറമെ ദുനിയാവും പരലോകവും അള്ളാഹ് സുഖാക്കി തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ പരിപൂർണമായും ഹലാലായ പണം ആക്കി തീർക്കുകയും ഹറാമായ കാര്യത്തെ ഒഴിവാക്കുകയും ചെയ്യുവാനുള്ള ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ദുനിയാവിൽ പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാകുമ്പോഴും നീ തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ നാഥ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിലും ചുറ്റുഭാഗങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധുമിത്രാദികൾ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, വൈവാഹിക മേഖലയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, കടം കൊടുത്ത് തിരിച്ചു കിട്ടാത്തതിന്റെ പേരിലോ പണം പല സ്ഥലങ്ങളിൽ കുടുങ്ങിയതിന്റെ പേരിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഹലാലായ മാർഗത്തിലുള്ള സമ്പാദ്യം നാഥ നീ അവർക്കും സമ്മാനമായി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.